നമസ്കാരം. ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതിനു ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആദ്യമായി കശ്മീരിലേക്ക് എത്തിയപ്പോൾ വലിയ വരവേൽപ്പ് തന്നെയാണ് കശ്മീർ ജനത അദ്ദേഹത്തിന് വേണ്ടി ഒരുക്കിയത്. എന്തായാലും 2 ലക്ഷത്തോളം ആളുകളാണ് മോദിയുടെ റാലിയിൽ പങ്കെടുത്തിട്ടുള്ളത്. ഈ റാലിയിൽ പങ്കെടുത്ത് സംസാരിക്കവേ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞ ചില കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ ദേശീയ മാധ്യമങ്ങൾ ഒന്നടങ്കം ചർച്ച ചെയ്യുന്നതും. ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി റദ്ദാക്കിയതിനെ പ്രകീർത്തിച്ചുകൊണ്ട് തന്നെയാണ് മോദി റാലിയിൽ ഉടനീളം സംസാരിച്ചത്. ജമ്മു കാശ്മീർ ഇന്ത്യയുടെ ശിരസ്സാണ് എന്ന് എല്ലാവർക്കും ഓർമ്മ വേണമെന്നും കൂടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുന്നു. ആർട്ടിക്കിൾ 370 അനുച്ഛേദത്തിന്റെ പേരിൽ കോൺഗ്രസ് ജമ്മു കാശ്മീരിലെ ജനങ്ങളെ പറ്റിച്ചുകൊണ്ടേയിരുന്നു. കോൺഗ്രസ് ഒരു കുടുംബത്തിന്റെ താല്പര്യം മാത്രം നോക്കിയാണ് ഇക്കാലം അത്രയും പ്രവർത്തിച്ചതെന്നും മോദി പറയുകയുണ്ടായി. പ്രത്യേക പദവി റദ്ദാക്കിയതിനു ശേഷം, അതായത് ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതിനു ശേഷം ജമ്മു കാശ്മീരിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ രാജ്യത്തെ മുഴുവൻ അത്ഭുതപ്പെടുത്തുന്നുണ്ട് എന്നുകൂടി മോദി ഇതിൽ എടുത്തു പറയുന്നുണ്ടായിരുന്നു. എന്തായാലും മോദിക്ക് കിട്ടിയ വരവേൽപ്പിൽ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. ജമ്മു കാശ്മീരിലെ അനന്ത്നാഗിൽ നിന്നുള്ള യുവ ഗായകനായ ഇമ്രാൻ അസീസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പ്രകീർത്തിച്ചുകൊണ്ട് ഒരു ഗാനം എഴുതിയിരുന്നു. മോദി എത്തും ഈ മണ്ണിൽ താമര വിരിയും എന്ന ഗാനമാണ് ഇമ്രാൻ അസീസ് എഴുതിയത്. റാലിയിലുടനീളം ഈ ഗാനം BJPയുടെ പ്രവർത്തകർ ഏറ്റുപാടുന്നുമുണ്ടായിരുന്നു. അതിനോടൊപ്പം മോദിയുടെ ഭാഗത്തു നിന്നും രസകരമായ മറ്റൊരു നിരീക്ഷണം കൂടി ഉണ്ടായിട്ടുണ്ട്. ഇവിടെ തടാകങ്ങളിൽ എല്ലായിടത്തും താമരകൾ കാണപ്പെടുന്നു. ജമ്മു കാശ്മീരിന്റെ ലോഗോയിലും താമരയുണ്ട്. 50 വർഷം മുൻപ് സ്ഥാപിച്ച ക്രിക്കറ്റ് അസോസിയേഷന്റെ ലോഗോയിലും താമര ചിഹ്നമുണ്ട്. ജമ്മു കാശ്മീരിന് താമരയുമായി അഗാധമായ ബന്ധമുണ്ട്. അത് ഒരു യാദൃശ്ചികതയാണോ അതോ പ്രകൃതിയുടെ അടയാളമാണോ എന്ന രസകരമായ നിരീക്ഷണമാണ് മോദിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. എന്തായാലും മോദി പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയായിരുന്നു അദ്ദേഹം കൺക്ലൂഡ് ചെയ്തത്, അല്ലെങ്കിൽ ഉപസംഹരിച്ചത്. ഇത് പുതിയ ജമ്മു കാശ്മീരാണ്. വലിയ വികസന പ്രവർത്തനങ്ങൾ ഇപ്പോൾ ജമ്മു കാശ്മീരിൽ നടക്കുന്നുണ്ട്. പതിറ്റാണ്ടുകളായി ഇവിടുത്തെ ജനങ്ങൾ കാത്തിരുന്നത് ഈ വികസനം അവരിലേക്ക് എത്തുന്നതിന് വേണ്ടിയായിരുന്നു. ടൂറിസം രംഗത്തും ജമ്മു കാശ്മീരിൽ വിപ്ലവകരമായ മാറ്റങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ജമ്മു കാശ്മീരിലേക്ക് ആര് പോകും എന്ന് ചോദിച്ച ആളുകൾ നമ്മുടെ രാജ്യത്തുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് വിനോദസഞ്ചാരികളുടെ എണ്ണത്തിൽ റെക്കോർഡ് വർധനവാണ് ജമ്മു കാശ്മീരിൽ ഉണ്ടായിരിക്കുന്നത്. 2014 മുതൽ ജമ്മു കാശ്മീരിലെ ജനങ്ങളുടെ കൂടി മനസ്സ് അറിഞ്ഞുകൊണ്ടാണ്, അല്ലെങ്കിൽ അത് മനസ്സിലാക്കാനാണ് താൻ ശ്രമിച്ചിട്ടുള്ളത് എന്ന് മോദി പറഞ്ഞിരിക്കുന്നു. അങ്ങനെ മോദിക്ക് ജമ്മു കാശ്മീരിൽ വലിയ വരവേൽപ്പ് തന്നെ ലഭിച്ചിരിക്കുന്നു. തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ ഈ മോദി എഫക്റ്റ് ജമ്മു കാശ്മീരിൽ കൂടി പ്രതിഫലിക്കുമെന്നാണ് BJPയുടെ കേന്ദ്രങ്ങൾ നൽകുന്ന സൂചനയും. ന്യൂസ് ഡെസ്ക് മലയാളം.